ഏതൊരുത്തനാണ് ആ ഭഗവാന്റെ പാദങ്ങളെ വിസ്മരിക്കുക? കൃതജ്ഞതയുള്ളവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ ശരീരം ഭഗവാൻ തന്നിരിക്കുന്നത് എന്തിനാണെന്ന് ബോധമുള്ളവനാണെങ്കിൽ, ബോധ്യമെന്നവനാണെങ്കിൽ, മുമുക്ഷു ആണെങ്കിൽ, അനുഗ്രഹീതനാണെങ്കിൽ, വിവേകയാണെങ്കിൽ, ജ്ഞാനിയാണെങ്കിൽ, ബോധമുള്ളവനാണെങ്കിൽ അവൻ വിസ്മരിക്കില്ല. കാരണം എല്ലാം ഈശ്വരദത്തമാണ്. ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ ഇതൊക്കെ ഭഗവാന്റെ ലീലയാണ്, ഭഗവാൻ തന്നതാണ് എന്ന് മനസ്സിലാക്കുന്നവൻ ഒരിക്കലും ഭഗവത് പാദങ്ങളെ വിട്ടു പിരിയണില്ല. അപ്പൊ നിന്തിരുവടിയെ ശരണം പ്രാപിച്ച ബ്രഹ്മാവ് പോലും, സൃഷ്ടികർത്താവ് പോലും ഉണർന്നെഴുന്നേറ്റവനെ പോലെ ഈ വിശ്വത്തിനെ ദർശിച്ചത്, വിശ്വദർശനം സാധ്യമായത് അങ്ങ് പ്രദാനം ചെയ്ത ജ്ഞാനം കൊണ്ടാണ്. ഇങ്ങനെ ശരണാഗതി പ്രാപിച്ചവരില് കാരുണ്യമുള്ളതായ ഭഗവാനെ മുഖതന്മാർക്ക് പോലും ആശ്രയസ്ഥാനമായിരിക്കുന്നതായ ആ തൃപ്പാദമൂലത്തിനെ അനുഗ്രഹീതനായ ഏതൊരുത്തനാണ് വിസ്മരിക്കുക? ഒരുത്തനും ഒരിക്കലും വിസ്മരിക്കില്ല. കാരണം ആ ഭഗവാന്റെ ആ പാദപത്മങ്ങളെ അനുസന്ധാനം ചെയ്ത, അനുസ്മരിച്ച് അനുഭവിച്ചതായ ഒരുത്തൻ പിന്നെ വേറൊരു വസ്തുവിലേക്ക് പോവില്ല അവന്റെ മനസ്സ്. നൂനം വിമുഷ്ടമതയസ്തവമായാതെ യത്വം ഭവാപ്യ വിമോക്ഷണമന്യഹേതോ അർച്ചന്തി കൽപ്പകതരും ഗുണഭോഗമിച്ഛന്തി യൽ സ്പരിശജം നിരയേപി നൃണാം. നൂനം വിമുഷ്ടമതയ തവമായയാതെ യത്വം ഭവ അപ്യയ വിമോക്ഷണമന്യഹേതോ. ഭവ അപ്യയ വിമോക്ഷണം, ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക എന്ന് പറഞ്ഞാൽ സംസാരം എന്നർത്ഥം. ജനന മരണ സ്വരൂപമായിരിക്കുന്നതായ ആ സംസാരത്തിൽ നിന്ന് മോചനം നൽകുന്നതായ ഭവാപ്യയം എന്ന് പറഞ്ഞാല് ജനിക്കുക മരിക്കുക എന്നർത്ഥം. അതായത് സംസാരം. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം. ഇങ്ങനെ ജനന മരണങ്ങളാകുന്ന സംസാര ചക്രത്തിൽ നിന്ന് മോചനം നൽകുന്നതായ ത്വാം അങ്ങയെ അന്യഹേതോഹോ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തിനാ ഭഗവാനെ ഉപാസിക്കണത്? മുക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാൽ എന്ന എല്ലാ സപ്താഹവേദികളിലും ആദ്യം ചൊല്ലുന്ന ശ്ലോകം കൂട്ടപ്രാർത്ഥനയാണ്. അപ്പൊ ക്ലേശപൂർണമായിരിക്കുന്ന ദുരിതങ്ങൾ നിറഞ്ഞ ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ ഉപാസിക്കുന്നത്. 12ാമത്തെ സ്കന്ധത്തില് 5ാമത്തെ അധ്യായമാണ് ബ്രഹ്മോപദേശം. അതിന് തൊട്ട് മുമ്പ് 4ാമത്തെ അധ്യായത്തില് 40ാമതായിട്ടൊരു ശ്ലോകമുണ്ട്. പരീക്ഷത്തിന് ഉപദേശം ഉപസംഹരിക്കുന്ന സമയത്ത് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത്. 308 അധ്യായങ്ങളിലാണ് പരീക്ഷിച്ച സംവാദ സ്വരൂപമായ ഭാഗവതം.